കണ്ട് എനിക്ക് വട്ടാന്ന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം 95% സ്ത്രീകൾക്ക് ഉറക്കക്കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും. അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ്. സൂചന പറഞ്ഞ സത്യമാണ്, ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല. എല്ലാത്തിലും കള്ളത്തരമാണ്. ഹോമിയോ ഗുളിക, ഇംഗ്ലീഷ് ഗുളിക, ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാള് പുള്ളിക്കാരിയുണ്ട്. അപ്പോഴേ എല്ലാം മനസ്സിലായി. അപ്പോ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിക നമുക്കൊന്ന് കാണണ്ടേ? കാണാട്ടോ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതിന്റെ ടാബ്ലറ്റ്, അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ പപ്പയുടെ. അപ്പോ ഹോമിയോ ഗുളിക കണ്ടല്ലോ. ഈ ഇംഗ്ലീഷ് മരുന്നിനെയാണ് ഹോമിയോ ഗുളിക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കള്ളം പറഞ്ഞു വന്നിരിക്കുന്നത്. എങ്ങനെ പറയാതിരിക്കും മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. പാവാടവള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത്, ഇമാതിരി കള്ളം പറയുമ്പോ ഇപ്പൊ ഇന്റർവ്യൂ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ തപ്പിത്തെരഞ്ഞ് ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ട് മെഴുകണത് ഞാനൊരു ട്രോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പതാ ഹോമിയോ ഗുളികയാണ് കഴിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇംഗ്ലീഷ് മരുന്നിന്റെ ഗുളികയാണ് സുധി എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത്. ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ മക്കളെ പറയാതിരിക്കുക? ഒന്ന് പറ. ഇപ്പൊ തന്നെ വയസ്സ് 32 എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇന്റർവ്യൂവിൽ പറയുന്നത്. വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത്, ഒരു ലേഡി, അവരുടെ വീടിന്റെ ഈ രേണുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെങ്കുച്ചു വന്നിട്ട് പറയുന്നത്, എങ്ങനെ പോയാലും 10-38 വയസ്സിന്റെ മേലെ ഉണ്ട് ആ സ്ത്രീക്ക്. ഇത് പച്ചക്കള്ളമാണ് പറയുന്നത്. രേണു സുധി പറയുന്ന എല്ലാം കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ദയാച്ചി വീഡിയോ ഇട്ടേക്കുന്നത്. ഇതിനു മുമ്പ് ദയാച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് എനിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്, അതെനിക്ക് അറിയത്തില്ലായിരുന്നു, അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനത്തുള്ള എതിരെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും പറയത്തില്ല, ഇടത്തില്ല എന്ന് പറഞ്ഞിട്ട് ദയാച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ ആയിട്ടാണ് നിങ്ങൾ ആദ്യമേ കണ്ട വീഡിയോയിൽ വന്നിട്ട് രേണു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രസവത്തിന് ശേഷം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഹോമിയോ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു, അല്ലാതെ എനിക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് രേണു സുധി പറയുന്നത്. അതിന് റിപ്ലൈ ആയിട്ടാണ് ഇത് കണക്ക് അന്ന് രേണു സുധി അതേപോലെ തന്നെ സുധിയൊക്കെയുള്ള സമയത്ത് ഒരു വീഡിയോ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സുധി പറഞ്ഞിട്ടുണ്ട് ഇത് കണക്ക് ഈ മരുന്നുകളും കാര്യങ്ങളുമാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ കാണിച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഇംഗ്ലീഷ് മരുന്നാണ്, അല്ലാതെ ഹോമിയോ മരുന്നൊന്നുമല്ല. ഹോമിയോ മരുന്നും ഇംഗ്ലീഷ് മരുന്നും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം നിങ്ങൾ ആ ഒരു കണ്ട വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ദയാച്ചു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അത് എന്തോ ആവട്ടെ, അത് അവരുടെ കാര്യങ്ങളാണ്. ചുമ്മാ ഇവരെന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ രേണു സുധി എടുത്ത് വല്ല പ്രശ്നം പേഴ്സണലായിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ സാധിക്കുന്നില്ല. കാരണം ഇതിന് മുമ്പ് രേണുവിനെ പറ്റി കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പറയാം, പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അവർക്ക് ചില കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല എങ്കിൽ പറയേണ്ട, അത് അവരവരുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കാം. അതെന്തിനാണ് ദയാച്ചു ഇപ്പം വെളിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കുറേയധികം പേര് ചോദിക്കുന്നത്. സോ എന്നിരുന്നാലും ശരി, ഇപ്പം ദയാച്ചു രേണു സുധിക്കെതിരെ എപ്പം നോക്കിയാലും വീഡിയോസും കാര്യങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇങ്ങനത്തുള്ള ഇത് ഹോമിയോ മരുന്നല്ല, പറഞ്ഞ തെറ്റാണ്, ഇതെല്ലാം ഇംഗ്ലീഷ് ഗുളികയാണ്, മാനസികമായിട്ട് രേണുവിന് പ്രശ്നമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി അടുത്തൊരു വീഡിയോ ഇട്ട് അതാണ് നിങ്ങൾ കണ്ടത്.